പൊതുപ്രവർത്തകനായിട്ടുള്ള ഡിജോ കാപ്പൻ കൂടി ചേരുന്നു. ഡിജോ കാപ്പൻ, സംസ്ഥാനത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന ഒരു സർക്കാർ എന്നുള്ള നിലയിലാണ് ഇടതുപക്ഷ സർക്കാർ എല്ലാ കാലത്തും അവരുടെ പ്രചാരണ വാക്യമായി തന്നെ അവർ പറയാറുള്ളത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷകരാണ് ഞങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ കണക്കുകൾ നോക്കുമ്പോൾ വളരെ വിരോധാഭാസമാണ്. 131-ൽ 77 നഷ്ടത്തിലാണ്. KSRTC ആകട്ടെ കണക്ക് നൽകുന്നതേയില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നുള്ള ഒരൊറ്റ പേരിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സഹായം കൊണ്ട് മാത്രം എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാനാകും? സ്വകാര്യ സംരംഭകരെ അവരെ അടിച്ചോടിക്കുന്ന നയം സംസ്ഥാന സർക്കാർ മാറ്റേണ്ടതല്ലേ ഡിജോ കാപ്പൻ? ഉറപ്പായിട്ടും അതായത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബാധ്യത ജനങ്ങളിലേക്ക് വരികയാണ്. അത് രണ്ട് തരത്തിലാണ് ബാധ്യത ജനങ്ങളിലേക്ക് വരുന്നത്. ഒന്ന് നേരിട്ട് ബാധ്യത വരുന്നുണ്ട്, രണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടും വരുന്നുണ്ട്. നേരിട്ട് ബാധ്യത വരുന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലെങ്കിൽ KSRTC ഇവിടെയൊക്കെ നഷ്ടം വരുമ്പോഴേക്കും ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ലാത്ത ചാർജ് വർധനവ്, ഈ രണ്ട് കാര്യങ്ങൾക്കുണ്ടാകുന്നത് ഈ നഷ്ടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഇടുക്കിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന 10 പൈസയെ ഉൽപാദന ചെലവ് മാത്രമുള്ള ഇടുക്കിയിലെ വൈദ്യുതി ഇവിടുത്തെ ഉപഭോക്താക്കളുടെ കയ്യിലോട്ട് എത്തുമ്പോഴേക്കും 4.5 രൂപ മുതൽ 6.5 രൂപ അല്ലെ 7 രൂപ വരെ ആകുന്നതിന്റെ കാരണം ഈ വലിയ നഷ്ടമാണ്. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നഷ്ടമാണെങ്കിൽ അവിടുത്തെ ശമ്പള വർധനവ് ഗവൺമെന്റിന്റെ മുൻകൂട്ടി അനുമതി വാങ്ങിയിട്ടേ നടത്താവുള്ളൂ എന്നാണ് നിയമം. പക്ഷെ ഈ കഴിഞ്ഞ 2 ശമ്പള വർധനവും ഈ നഷ്ടത്തിലോടുന്ന കേരളത്തിന്റെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ശമ്പള വർധനവ് ഒരു സർക്കാരിന്റെ അനുവാദവും വാങ്ങാതെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ശമ്പള വർധനവാണ് KSEB വരിക്കുന്നത്. അതായത് 1 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിന് ഇന്ത്യയിലെ ആവറേജ് ശമ്പളം എന്ന് പറയുന്നത് 1 രൂപയിൽ താഴെയാണ്. ഇവിടെ അത് 3 രൂപയാണ്. അതായത് ഞാനും എന്നെ കേൾക്കുന്ന പ്രേക്ഷകനും ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ നിരക്കായിരുന്നു അല്ലെങ്കിൽ 1 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ സാലറി കോസ്റ്റ് ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് 600 രൂപയാണ് അടയ്ക്കുന്നതെങ്കിൽ ആ 600 രൂപയുടെ സ്ഥാനത്ത് നിങ്ങളത് 250 രൂപ പോലും അടയ്ക്കേണ്ടായിരുന്നു. മാത്രവുമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ താപവൈദ്യുതിയാണ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിന്റെ റോ മെറ്റീരിയലിന് വിലയുണ്ട്. നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതിയിൽ നിന്നാണ്. അപ്പൊ തന്നെ അതിന്റെ റോ മെറ്റീരിയല് ദൈവം അനുഗ്രഹിച്ച് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ജലത്തിൽ നിന്നാണ്. അപ്പം അതിന്റെ ഒന്നും ഗുണം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടാതെ വരുന്നത് ഈ ട്രേഡ് യൂണിയനുകളുടെ അതിപ്രസരം. അതും ഒരു കാര്യം കൂടി പറയാം. ഇവർ വലിയ അഭിമാനത്തോടെ പറയും ഇന്ന് കേരളത്തിലെ ട്രേഡ് യൂണിയനിൽ ഇത്ര ശതമാനം ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ്, അതായത് 70-75%. അപ്പൊ ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ജനങ്ങളിലേക്ക് ഇത് പമ്പ് ചെയ്യാണ്. ഇതിനു മുമ്പിലത്തെ വൈദ്യുതി ചാർജ് വർധന അല്ലെ ശമ്പള പരിഷ്കരണത്തിന് ശേഷം കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർ എന്നെ കേൾക്കുന്നവർ പറയട്ടെ അല്ലെ നിഷേധിക്കട്ടെ, 2-3 ടെലിഫോൺ നമ്പർ കൊടുത്തിരുന്നു. അങ്ങോട്ടൊക്കെ അവരുടെ 2 മാസത്തെ ശമ്പളം, അധികം കിട്ടിയ ശമ്പളം അവരോട് അടയ്ക്കാനാ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇൻഡയറക്റ്റ് ആയിട്ട് അതായത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പണം വാങ്ങി ഈ ട്രേഡ് യൂണിയനെ വളർത്താനും അതുവഴി പാർട്ടിയെ വളർത്താനുമായിട്ട് ചെലവഴിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു സോഷ്യൽ ഓഡിറ്റ് നടത്തട്ടെ. കേരളത്തിൽ കഴിഞ്ഞ 5 കൊല്ലം അല്ലെ 10 കൊല്ലം വേണേ വെച്ചോട്ടെ, 10 കൊല്ലം തുടർച്ചയായി നഷ്ടത്തിൽ പോയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്തിനാ നിലനിർത്തുന്നത്? പിന്നെ ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ട കാലം കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് CAG പറയുന്നതും. ഇങ്ങനെ നഷ്ടത്തിൽ അധികകാലം മുന്നോട്ട് പോകാനാവില്ല, അത് സംസ്ഥാന സർക്കാരിന് വലിയ ബാധ്യത തന്നെയാണ് എന്നാണ് CAGയും പറയുന്നത്. നന്ദി ഡിജോ കാപ്പൻ.